KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും തുറന്ന പോരിൽ. സർക്കാരിന്റെ പാനൽ തള്ളി സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും VC-മാരായി പുനർനിയമിച്ച രാജ്ഭവൻ ഉത്തരവിറക്കി. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഗവർണർക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകി. സർവകലാശാല സിൻഡിക്കേറ്റ് റൂമിൽ അനധികൃതമായി പ്രവേശിച്ചെന്നാണ് രജിസ്ട്രാറുടെ പരാതി. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇന്നെന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്? സംസ്ഥാനത്തെ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. ഡിജിറ്റൽ KTU സർവകലാശാലകളിലെ താൽക്കാലിക VC-മാരായി ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ച് ഗവർണർ ഇന്ന് വിജ്ഞാപനമിറക്കി. സർക്കാർ നൽകിയ പാനൽ തള്ളിക്കൊണ്ടായിരുന്നു ഗവർണറുടെ ഈ നീക്കം. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് ഇരുവരെയും നിയമിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയത്. പക്ഷേ ഈ നടപടിയെ നിയമപരമായി തന്നെ നേരിടാനാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ഗവർണർക്ക് ഇന്ന് കത്തയച്ചു. ഈ കത്തിൽ ഈ നിയമനം റദ്ദാക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല ഗവർണറുടെ നടപടി, തികച്ചും നിയമലംഘനം അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഗവർണർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഇന്ന് നിയമിച്ച ആരും തന്നെ സർക്കാർ നൽകിയ പാനലിൽ ഉള്ളവരല്ല. അതുകൂടാതെ തന്നെ ചാൻസലർ ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുന്നുണ്ടെങ്കിൽ അത് സർക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സർക്കാരുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ തീരുമാനം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി വിധിയടക്കമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചത്. അതേസമയം വീണ്ടും ഗവർണർക്ക് പാനൽ സമർപ്പിക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായും സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായും ഗവർണർ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനും നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ട്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു VC-യെ നിയമിക്കാൻ പാടുള്ളൂ എന്ന് ഇതിനോടകം തന്നെ സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.